ഇന്ന് ലോകം മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്ന് വന്ന ഡീപ് സീക്ക് എന്ന AI ടൂളിനെ പറ്റിയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഗൂഗിളൊക്കെ പഴയതായി ChatGPT തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞത്. വായ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചൈന ഡീപ് സീക്ക് എന്ന AI ടൂൾ ഇറക്കി വിട്ടു. ചിലവ് നമുക്ക് ജഗദീഷിൻ്റെ ഫാമിലി മൂവിയും KGF താരതമ്യം ചെയ്യാം. അത്രയ്ക്കും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഡീപ് സീക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അമേരിക്കയിൽ ടെക് കമ്പനികളായ ഉദാഹരണം മൈക്രോസോഫ്റ്റ്, ട്വിറ്റർ എന്നിവയുടെയെല്ലാം വാല്യുവേഷൻ ഒറ്റ രാത്രി കൊണ്ടാണ് താഴെ വീണത്. ഇന്ത്യൻ രൂപ 5 ലക്ഷം കോടി രൂപ. ടെക്നോളജി എന്നാൽ അമേരിക്കയാണ്, അവരല്ലാതെ ആരുമില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ചൈന ഇതിനു മുമ്പ് ടിക്ടോക്ക് ഇറക്കി ശക്തി കാണിച്ചിരുന്നു. ഇതായിപ്പോൾ ഇൻ്റലിജൻറ്റ് ആർട്ടിഫിഷ്യലായ ഡീപ് സീക്ക് കൊണ്ടുവന്ന് ഒരു അണുബോംബ് പൊട്ടിയ പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. 40 വയസ്സുകാരനായ ലിയാൻ വെൻഫെങ്. ഇദ്ദേഹം 1985 ചൈനയിൽ തന്നെ ചെറിയൊരു കുടുംബത്തിൽ ജനിച്ചു. അവിടെ തന്നെയാണ് പഠിച്ചു വളർന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി പരമായി ആരെന്ത് ചെയ്യണമെങ്കിലും എവിടെ ജനിച്ചാലും എവിടെ പഠിച്ചാലും നേരെ അമേരിക്കയാണ് ലക്ഷ്യം വെക്കുന്നത്. സുന്ദർ പിച്ചൈ അങ്ങനെ തന്നെയായിരുന്നു. അമേരിക്കയിൽ പോയി ഡിഗ്രി എടുത്ത് ഗൂഗിൾ പോലെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. സത്യ നടാല, അങ്ങനെ ഒരുപാട് പേര്. ലിയാൻ വെൻഫെങ് ഹൈ ഫ്ലയർ എന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്. അദ്ദേഹത്തിന് ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. AI ഉപയോഗിച്ച് മാർക്കറ്റ് പ്രഡിക്ഷൻ, ഷെയർ മാർക്കറ്റിന് കൂടുതൽ എളുപ്പമാക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. തൻ്റെ ബിസിനസ്സിൻ്റെ സൈഡായിട്ടാണ് ഇദ്ദേഹം ഈ പ്രൊജക്റ്റ് കൊണ്ടുപോയി നടന്നിരുന്നത്. AI നിർമ്മിക്കാൻ ഹൈ എൻഡ് ചിപ്പുകൾ വേണം. ഈ ചിപ്പുകൾ ലോകം മൊത്തത്തിൽ അമേരിക്കയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. ചൈനയുടെ AI പ്രൊജക്റ്റ് അറിഞ്ഞ് കോമ്പറ്റീഷനായി ചൈന വരാതിരിക്കാൻ അമേരിക്ക പുതിയതായി ഒരു നിയമം കൊണ്ടുവന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഹൈ എൻഡ് ചിപ്പുകളെല്ലാം ചൈനയിലേക്ക് പോകുന്നതിലൊരു തടയിട്ടു. പക്ഷേ ലിയാൻ വെൻഫെങ് ഹൈ എൻഡ് ചിപ്പുകൾ ഉപയോഗിക്കേണ്ടടുത്ത് ചൈനയിൽ തന്നെ നിർമ്മിച്ച ലോക്കൽ ചിപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പ്രൊജക്റ്റാണ് ഡീപ് സീക്ക്. അമേരിക്ക കഴിഞ്ഞേ ഉള്ളൂ ടെക്നോളജി വേൾഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ലിയാൻ വെൻഫെങ് ഡീപ് സീക്ക് ഇറക്കി അമേരിക്കയെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടത്. മെയിനായിട്ട് സംസാര വിഷയമായത് ചൈനയ്ക്ക് $6 മില്യൺ, വെറും 50 കോടി ചിലവായപ്പോൾ അമേരിക്കയ്ക്ക് 600 മില്യൺ, അതായത് 100 ഇരട്ടിയാണ് ചിലവായത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ChatGPTയുടെ AI പ്രൈവറ്റാണ്, പക്ഷേ ഡീപ് സീക്കിൻ്റെ പബ്ലിക്കും. വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ ആൻഡ്രോയിഡും ആപ്പിളും പോലെയാണ്. ആൻഡ്രോയിഡ് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഒരുപാട് കമ്പനികൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് അവരുടെ മാത്രം സോഫ്റ്റ്വെയറാണ്. ഈ ഒരു അന്തരമാണ് ഇതിലുള്ളത്. ഡീപ് സീക്കിൽ നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇന്ത്യക്കും വളരെ ഉപകാരപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മേഖല മുതൽ കാർഷിക മേഖല അങ്ങനെ തുടങ്ങി അഡ്വാൻസായി ഏത് മേഖലയിലും നമുക്ക് ഈ AI ടൂൾ കൊണ്ട് പുതിയൊരു വിപ്ലവം തന്നെ തീർക്കാം. അന്ന് ചൈനയ്ക്ക് ഹൈ എൻഡ് മോഡൽ ചിപ്പ് കൊടുക്കാത്തതിൻ്റെ കാരണമായി പറഞ്ഞത് AI ഉപയോഗിച്ച് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ്. അതും മനുഷ്യന് ആപത്താവുന്ന രീതിയിൽ. അതുകൊണ്ടാണ് തടയിടുന്നത് എന്നാണ്. പക്ഷെ കയ്യിലുള്ളത് വെച്ചിട്ടാണെങ്കിലും നിന്നെ മലർത്തി അടിക്കുമട എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ട് ഡീപ് സീക്ക് ഒരു കോലാഹലം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുകയെന്ന് കണ്ടറിയണം. ലോകത്ത് എവിടെ നടക്കുന്ന എന്തിനെക്കുറിച്ചും നിങ്ങൾക്കറിയണം എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.